നമ്മൾ മുജാഹിദ് ഒരു വ്യത്യാസമേ ഉള്ളൂ. കണ്ണിൽ കാണാത്തവരെ വിളിക്കാന്നുള്ളവർക്ക് രണ്ടു കൂട്ടരെത്തി. പക്ഷെ നമ്മളെ നേതാക്കളായ ആരെ? ഔലിയാക്കൾ, അമ്പിയാക്കളെ, ഓലെ നേതാക്കളായ ശൈത്താന്മാര്. ഇതല്ലാതെ ഒരു വ്യത്യാസമില്ല ഈ വാദം. പക്ഷെ ഒരു ഷർത്തുണ്ട്, ഹാദിറുള്ള ജിന്നിനെ വിളിക്കാവൂ. പക്ഷെ അപ്പോഴും കുടുങ്ങി. മുജാഹിദ് കുട്ടികൾ ചിന്തിച്ച് നമ്മളെടുത്ത് ഹാദിറാണല്ലോ റഖീബും അതീദും. റഖീബ് അതീദിനെ വിളിച്ചാലോ കേൾക്കൂ. മുജാഹിദ് മൗലവിമാര് പെടുന്നുണ്ട്. നിങ്ങൾ ആകെ പെട്ടു. എന്നാലും ഒരു മാന്യത ഓൽക്കുണ്ട് കേട്ടോ. ആ ഉസ്താദ് പറഞ്ഞത് അറിഞ്ഞിട്ട് ഓലത് ഒഴിവാക്കിയില്ല. ആ ഒരു മാന്യത ഓല് കാണിച്ചു. ഏത്? ഹാലിറായ ജിന്നിനോട് ചോദിക്കാൻ ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞതാ. ചോദ്യം ഫൈസൽ മൗലവിനോടാ. പക്ഷെ ഫൈസൽ മൗലവിനോട് ചോദിച്ചപ്പോ ആ ഉസ്താദ് ഇവിടെ ഇല്ല, നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു വലിയ അപജയമാണ്. അതുണ്ടാവാൻ പാടില്ലായിരുന്നു ഒരിക്കലും. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ചു. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞതിന് അതിന്റെ അടിസ്ഥാനം ചോദിച്ചപ്പോ ഉസ്താദ് പോയി എന്ന് ശിഷ്യൻ മറുപടി പറയേ. ഇനി എന്തിനാ നിങ്ങളെ പറ്റിയെന്നാ ഞാൻ ചിന്തിക്കുന്നത് സഹോദരങ്ങളെ. പക്ഷേ മുജാഹിദ് കണ്ടോ നിങ്ങള്? പക്ഷെ മറുപടി പൊട്ടത്തരാണ്. അതിപ്പോ മുജാഹിദല്ലേ, പൊട്ടത്തരം തന്നെ മറുപടി ഉണ്ടാവുള്ളൂ. അയാൾ പറഞ്ഞു റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കും, പക്ഷെ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. അത് ഔലിയാക്കളോട് കളിച്ചാൽ അള്ള കൊടുത്ത ശിക്ഷയാണ്. ഔലിയാക്കളോട് കളിച്ചാൽ അള്ള വിടൂല. മൻ ആദാലി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും കളിച്ചാൽ, അള്ളാഹുവിനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അള്ളാഹു മാപ്പ് തരും. പക്ഷേ വലിയനോടാണോ കളി, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് മോനെ. എന്താ യുദ്ധം? ഈ ആഖിബത്ത് നശിച്ച് ചത്തുപോകലാണ് കേട്ടോ ഫലം. അതുകൊണ്ട് കളി ഗൗരവമാണെന്ന് ചിന്തിച്ചോ. നമ്മക്കാർക്കും ഒരു ബേജാറും ഇതിലില്ല. എന്തുകൊണ്ട്? നമ്മൾ ആരെയും കുറ്റം നിങ്ങളെല്ലാരും അംഗീകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വലിയനെ ആക്ഷേപിച്ചാൽ അല്ലാഹു വിടൂല. അതിന്റെ ഫലം ഒന്ന് കണ്ടോളൂ നിങ്ങൾ. മൗലവി കിടന്ന് പെടുന്നത്. അതായത് ഇപ്പൊ മൗലവി പറഞ്ഞതാണ് ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദും കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓതാനുള്ള ആയത്ത്